ഹായ്, ഇന്ന് നമ്മൾ പഴയൊരു ദുപ്പട്ട എടുത്തിട്ട് അപ്സൈക്കിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വെച്ച് നമ്മൾ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡേൺ ടോപ്പാണ് തയ്ക്കാൻ പോണത്. ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചെയ്യാം. പിന്നെ വിഡ്ത്ത് വരുന്നത് 95 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും വിഡ്ത്ത് എടുത്തിരിക്കുന്നത് ഷിറിങ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും ഇത്രയും വിഡ്ത്ത് എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വരകൾ വരച്ചു കൊടുക്കണം. ഷിറിങ് ചെയ്യാനുള്ള ലൈൻസ് വരച്ചു കൊടുക്കണം. ഷിറിങ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇത്രയേ ഉണ്ടാവുള്ളൂ ക്ലോത്ത്. നമ്മുടെ വൺ സൈഡ് ബോഡി പാർട്ടിന് വരണത് ഇത്ര ക്ലോത്തേ വരുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ടേപ്പ് എടുക്കുക. ടേപ്പിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഞാൻ ലൈൻസ് വരച്ചു കൊടുക്കുന്നത്. അപ്പർ പോർഷനിൽ ഫുൾ ടോട്ടലായിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. എന്നാലും നല്ല ഭംഗിയുള്ള ഷിറിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഷിറിങ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല കറക്റ്റായിട്ട് 1 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വിട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട്. തെറ്റാതെ ലൈൻസ് ചെരിയാതെ വേണം വരയ്ക്കാൻ. ചെരിഞ്ഞ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിറിങ് ചെയ്യുന്നതും ചെരിഞ്ഞു പോവും. നിങ്ങൾ ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ലൈൻസിലൂടെയും നമുക്കത് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, ത്രെഡ് എലാസ്റ്റിക്. അത് കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ അടിയിൽ ബോബിൻ കേസിൽ ഈ ത്രെഡ് എലാസ്റ്റിക് ഇട്ടിട്ടാണ് നമ്മൾ ഷിറിങ് ചെയ്യുന്നത്. ഇതാണ് ത്രെഡ് എലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബോബിൻ കേസിൽ ചുറ്റിയിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് നമ്മൾ സാധാരണ ഇടുന്നത് പോലെ ഇടും. സിംഗിൾ മെഷീനിൽ ഇത് തയ്ക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം എൻ്റെ സിംഗിൾ മെഷീനാണ്. അതിൽ വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറേ സമയം നമ്മുടെ പോവും. കാരണം എപ്പോഴും സൂചി പൊട്ടുക, ഇങ്ങനെ എലാസ്റ്റിക് ഇടയിൽ കുടുങ്ങുക ഒക്കെ ചെയ്യും. അപ്പോൾ മറ്റുള്ള കുറച്ചും കൂടി എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ചും കൂടി മോഡേൺ മെഷീൻസ് ഉള്ളവർക്ക് അത് നല്ലതായിരിക്കും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിച്ച് അടിക്കണം. അതായത് എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ സാധാ തയ്ക്കുന്ന പോലെ തയ്ച്ചാൽ പറ്റില്ല. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് വേണം, ക്ലോത്ത് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ക്ലോത്ത് സ്ട്രെച്ച് ചെയ്യാതെ നമുക്ക് ഡ്രസ്സ് ഇടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 പാർട്ടും ഇതുപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നൂല് നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇത് തന്നെ ചെയ്യാനായിട്ട്. കാരണം അത്രയും ക്ലോത്ത് മൊത്തം നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കണമെങ്കിൽ ഒരുപാട് നൂല് വേണം. ഇനി നമുക്ക് സ്ലീവ്സ് ചെയ്യാം. സ്ലീവ്സിന് വേണ്ടിയിട്ട് 60 സെൻറ്റിമീറ്റർ വിഡ്ത്തും ലെങ്ത്തും സെയിം സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് വേറെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബാക്കി വന്ന ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. 2 മടക്കിയിട്ടിട്ട് വേണം നമുക്ക് വെട്ടാനായിട്ട്. വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മൾ ടോപ്പിൽ ഇതുപോലെ തന്നെ ചെയ്യണം. ആദ്യം സ്ലീവ്സിൽ ചെയ്യുന്നത് പറഞ്ഞു തരാം. 4 സെൻറ്റിമീറ്റർ ഒരു സൈഡിലും അതുപോലെ 11 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ വെച്ചിട്ട് ഒരളവെടുത്തിട്ട് അതിനൊരു സ്ലോപ്പായി വരച്ച് ആ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതുപോലെ കട്ട് ചെയ്തെടുക്കും. അത് നമ്മുടെ കൈക്കുഴിയുടെ ആ ഭാഗത്തേക്ക് വരണ ഒരു ഭാഗമാണ്. ടോപ്പിൻ്റെ ആ പാർട്ടിൽ വരുമ്പോൾ അതിന് ഒരു 5 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആയിരിക്കും ലെങ്ത്ത് വരുന്നത്. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മളതിൽ ടോപ്പിൻ്റെ ഭാഗത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗം. അത് അവസാനം തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഫുൾ ലെങ്ത്ത് സ്ലീവ്സാണ് ചെയ്യുന്നത്. അപ്പം അറ്റത്ത് കൈയിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന സ്ഥലത്ത് നമ്മൾ എലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തുമ്പൊന്ന് മടക്കി അടിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ എലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യണേ. അടുത്തത് ഷോൾഡറിൻ്റെ പാർട്ടാണ്. ഷോൾഡറിൻ്റെ പാർട്ടിലേക്ക് നമ്മൾ ഇത്രയും ഒരു 20 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ആണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം ആ ഒരു സൈസിനനുസരിച്ച് നമ്മൾ ആ ഷോൾഡറിൻ്റെ പാർട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എലാസ്റ്റിക് നമ്മൾ അതിലേക്ക് സൂചി വെച്ചിട്ട് കയറ്റി കൊടുക്കുകയാണ്.
അപ്പോൾ എലാസ്റ്റിക് നമ്മളതിൽ ശരിക്കും വെച്ചതിന് ശേഷം നമ്മൾ 2 സൈഡും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡും നമ്മൾ നന്നായി അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എലാസ്റ്റിക് തിരിച്ച് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണം. രണ്ട് പാർട്ടും നമ്മളെടുത്തു. ഇനി അതിലേക്ക് കൈ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. കൈ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ബോഡി ഫുള്ളായിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കൈ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബോഡിയിലും നമ്മളിതുപോലെ 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ കോമ്പിനേഷനിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടും ഇതിലെ 11 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ കോമ്പിനേഷനുള്ള ആ പാർട്ടും കൂടി അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ കറക്റ്റ് നല്ല പാർട്ട്, നല്ല രണ്ടിൻ്റെയും ടോപ്പിൻ്റെയും സ്ലീവ്സിൻ്റെയും നല്ല പാർട്ടുകൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്ലീവ്സ് ആകെ മാറിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ രണ്ട് കൈയിൻ്റെ സ്ലീവ്സിൻ്റെയും ഷോൾഡറിൻ്റെ അവിടെ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആംപിറ്റിൻ്റെ അവിടെ എലാസ്റ്റിക് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി, അതായത് ബോഡിയും ടോപ്പിൻ്റെ സ്ലീവ്സും കൂടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. ആ ഒരു സ്ലോപ്പ് വെട്ടിയ 2 ഭാഗം, നല്ല ഭാഗങ്ങൾ, ടോപ്പിൻ്റെയും സ്ലീവ്സിൻ്റെയും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് അടിക്കണം. തെറ്റിപ്പോരുത്. കാരണം സ്ലീവ്സ് ആദ്യം അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൈഡൊക്കെ അടിച്ചു കൊടുക്കുന്നത്. കറക്റ്റായിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം എടുത്തതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ പെർഫെക്റ്റായിട്ട് അടിച്ചെടുക്കണം. എലാസ്റ്റിക് വലിച്ച് തന്നെ പിടിച്ചടിക്കുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി മറ്റേ ഭാഗവും, സ്ലീവ്സിൻ്റെ നെക്സ്റ്റ് ഭാഗവും കൂടി അടുത്ത ബോഡിയുടെ ബാക്ക് പോർഷനും കൂടി വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇത് അതുപോലെ തന്നെ ശ്രദ്ധിച്ചടിക്കണം. അങ്ങനെ കറക്റ്റ് ലെവലായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻ ചെയ്യണം. 2 ബോഡി പാർട്ടും ജോയിൻ ചെയ്യണം. അതുപോലെ സ്ലീവ്സിൻ്റെ ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ടോപ്പ് നമ്മൾ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ നമുക്ക് ഇട്ട് വരുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയിൽ ഇരിക്കും. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എളുപ്പമാണ് ചെയ്തെടുക്കാൻ, അധികം വെട്ടാനൊന്നുമില്ല. അപ്പം അധികം സമയമൊന്നും പോയില്ല ഇത് ചെയ്യാനായിട്ട്. പിന്നെ ആകെ ഷിറിങ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.